സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ പാർട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ രണ്ടാമത്തെ പാർട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. എൻ്റെ പേര് ജോസ് കാപ്പൻ. നിങ്ങളെല്ലാം ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാലയളവ് കാണാനാണ്. അപ്പം നിങ്ങൾ ഈ ടൈപ്പിന്റെ ഹെഡിങ് ആയിട്ട് എഴുതി വെച്ചോ, കാലയളവ് കാണാൻ. കാലയളവ് കാണാൻ, ഇതാണ് നിങ്ങൾ എഴുതേണ്ട ഹെഡിങ്. കാലയളവ് കാണാൻ. ഓരോ ടൈപ്പും നന്നായി മനസ്സിലാക്കി പഠിക്കണം നമുക്ക്. അപ്പൊ അതിൻ്റെ കൂടെ അത് ഏത് ടൈപ്പ്, എന്താണ് അതിന്റെ പ്രത്യേകത എന്നും കൂടെ എഴുതി വെച്ചാൽ പഠിക്കാൻ കുറച്ചുകൂടെ നല്ലതാണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം കാലയളവ് കാണാനുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യം വായിക്കാം. 5% സാധാരണ പലിശ നിരക്കിൽ 5000 രൂപ 6250 രൂപയാകാൻ എത്ര വർഷം വേണം? ശരി മക്കളെ, ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ₹5000 amounts to ₹6250 at the rate of 5% സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? നമുക്ക് നോക്കാവേ. ചോദ്യം 5000 രൂപ ആണോ? 5000 രൂപ എത്രയായിട്ട് മാറണം? 5000 രൂപ 6250 രൂപയായിട്ട് മാറണം. 5% പലിശ നിരക്കിൽ അതിന് എത്ര കാലയളവ് വേണം എന്നതാണ് ചോദ്യം. അപ്പൊ ഇവിടെ 5000 എന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് അല്ലേ? ഇതാണ് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. 5000 6250 രൂപയാകുക എന്ന് പറഞ്ഞാൽ 1250 രൂപ പലിശ കിട്ടുക എന്നാണ് അർത്ഥം. 1250 രൂപ പലിശ. പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ 6%. അപ്പം പ്രിൻസിപ്പൽ എമൗണ്ട് അറിയാം, എസ് ഐ എത്ര വേണം എന്നറിയാം, ശരിയല്ലേ? പലിശ നിരക്കറിയാം. ഈ 3 കാര്യങ്ങൾ അറിയാം. ശരി, എന്നിട്ട് ചോദിച്ചേക്കുന്നത് എത്ര കാലയളവ്, എത്ര വർഷം വേണം അതിന് എന്നാണ്. അപ്പൊ എനിക്ക് 5000 രൂപയ്ക്ക് 1250 രൂപ പലിശ കിട്ടാൻ 5% പലിശ നിരക്കിൽ എത്ര വർഷം വേണം? മക്കളെ, ഇത് കാലയളവ് കാണാനുള്ള ചോദ്യമാണ്. കാലയളവ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ ഇക്വേഷൻ? കാലയളവ് കാണാൻ SI × 100 ഡിവൈഡഡ് ബൈ PR. SI × 100 ഡിവൈഡഡ് ബൈ PR. SI എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? SI എന്ന് പറഞ്ഞാൽ 1250 ആണ്. ശരിയല്ലേ? 1250 ആണ് SI വേണ്ടത്. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ PR. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? 5000 ആണോ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 5%. ശരി, നമുക്ക് ബാക്കി ചെയ്യാം. ഈ 3 പൂജ്യവും കൂടെ വെട്ടിക്കളയാം അല്ലെ? 125/5 എത്ര കിട്ടും നമുക്ക്? 125/5 അല്ല, താഴെ 5 × 5 25 ഉണ്ട്. 125/25 5 വർഷം എന്ന് കിട്ടും. ആണോ? 5 വർഷം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ 5 വർഷം എന്നാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. അപ്പം കാലയളവ് കാണാൻ ചോദിച്ചാൽ ഒരു കഷ്ടപ്പാടും ഇല്ല. SI × 100/PR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം കാലയളവ് കാണാൻ ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ അവിടെ വേറെ ഒന്നും അറിയാനില്ല. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തങ്ങ് ചെയ്താൽ മാത്രം മതി. നമുക്ക് മുന്നോട്ട് വരാം നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. 7500 രൂപയ്ക്ക് 8% സാധാരണ പലിശ നിരക്കിൽ 1500 രൂപ പലിശ കിട്ടാൻ എത്ര വർഷം വേണം? മക്കളെ, ഇതും കാലയളവ് കാണാനുള്ള ചോദ്യമല്ലേ? കാലയളവ് കാണാൻ SI × 100 ഡിവൈഡഡ് ബൈ, ഞാൻ ഈ വീണ്ടും എഴുതുന്നത് നിങ്ങൾക്ക് തറവാകാൻ വേണ്ടിയാണ്, PR ആണോ? SI എന്ന് പറഞ്ഞാൽ എത്രയാ? സാധാരണ പലിശ എത്ര കിട്ടണം? 7500 രൂപയ്ക്ക് 8% പലിശ നിരക്കിൽ 1500 രൂപ പലിശ കിട്ടണം. അപ്പൊ SI എന്ന് പറഞ്ഞാൽ 1500 ആണ്. ആണോ? ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ PR. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 7500 രൂപയാണ്. ശരിയല്ലേ? 7500 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കറിയാം 8% നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത ഉത്തരവായി. ദേ താഴത്തെ ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും മുകളിലത്തെയും താഴത്തെയും പൂജ്യങ്ങൾ വെട്ടിക്കളയാം.
ഈ 15ഉം 75ഉം കൂടെ വെട്ടിക്കളയാം. 15 × 5 ആണ് 75. 5ഉം 100ഉം കൂടെ വെട്ടിക്കളയാം. 20 തവണ 20/8. 2 വെച്ച് ചെറുതാക്കുമ്പോൾ 10/4. വീണ്ടും 2 വെച്ച് ചെറുതാക്കുമ്പോൾ 5/2. 2.5 എന്ന് കിട്ടും മക്കളെ. 2.5 വർഷം എന്നാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ ഡി കറക്റ്റ്. മുന്നോട്ട് 4500 രൂപയ്ക്ക് 4.5% പലിശ നിരക്കിൽ 810 രൂപ പലിശ ലഭിക്കാൻ എത്ര വർഷം വേണം? ഓക്കെ, ഇത് വീണ്ടും കാലയളവ് വർഷം കാണാനാ അല്ലെ. SI × 100/PR ആണ് നമ്മുടെ ഇക്വേഷൻ. SI എത്രയാ? 810 രൂപ പലിശ കിട്ടണം എന്നാ പറഞ്ഞിരിക്കുന്നത്. SI 810 ഇൻറ്റു 100. SI × 100 ആണ്. ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 4500 ആണോ? 4500 ഇൻറ്റു പലിശ നിരക്ക് 4.5. മക്കളെ ശ്രദ്ധിച്ചേ, 4.5% എന്നല്ലേ പലിശ നിരക്ക് തന്നേക്കുന്നത്? 4.5%. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ 4.5% എന്ന് പറയുന്നത് ദശാംശ സംഖ്യയല്ലേ. ഇത് കണക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഇതിനെ ഭിന്നസംഖ്യയാക്കി എഴുതുക. 9/2 അല്ലേ മക്കളെ 4.5 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കാൽക്കുലേഷന്റെ അവിടെ 9/2 എന്ന് എഴുതി. കാരണം എനിക്ക് എന്ത് ചെയ്യണം? ദശാംശം ഒഴിവാക്കണം. നമുക്ക് വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യാം. ഈ 2 0 ഈ 2 0 വെട്ടിക്കളഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതുവാണ്. 810 ഇൻറ്റു ഈ 9/2 തിരിഞ്ഞു വരില്ലേ മുകളിൽ ആണ്. അപ്പൊ അത് 2 മുകളിൽ വരും. ഡിവൈഡഡ് ബൈ 45 × 9 എന്ന് വരും ആണല്ലോ. ഇതും കൂടെ വെട്ടിക്കളയാം. 9 ആണ് 81 അല്ലേ. അപ്പൊ 90 എന്ന് വരും ആണ്. 45ഉം 90ഉം വെട്ടിക്കളയാം. 2 × 2 4 വർഷം എന്ന ആൻസർ കിട്ടും. 4 വർഷം മക്കളെ, 4 വർഷം. നമ്മുടെ ആൻസർ 4 വർഷമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 4 വർഷം, അതായത് ഓപ്ഷൻ സി. അപ്പൊ ഇത്തരം കണക്കുകൾ വരുമ്പം 4.5 എന്നൊക്കെ കാണുമ്പം അതിനെ ഭിന്നസംഖ്യയാക്കി എഴുതുക. അപ്പൊ വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുണ്ട്, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ശരി, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണേ. കുറഞ്ഞത്, ഈ ചോദ്യം നല്ല ചോദ്യം, ഒരു സ്റ്റാർ കൊടുത്തേരെ ചോദ്യത്തിന്. കുറഞ്ഞത് എത്ര വർഷം കൊണ്ടാണ് 2600 രൂപയ്ക്ക് 6.32% പലിശ നിരക്കിൽ ലഭിക്കുന്ന പലിശ ഒരു പൂർണ്ണസംഖ്യ ആകുന്നത്? പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ ഇൻഡിജർ എന്നാണ് ഇംഗ്ലീഷ് അല്ലെ. പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ ഇൻഡിജർ. ഉത്തരം ഒരു പൂർണ്ണസംഖ്യ ആകുക എന്ന് പറഞ്ഞാൽ ഉത്തരത്തിൽ ദശാംശ വാല്യൂ ഒന്നും ഇല്ലാതിരിക്കുക. ഉദാഹരണം 2.5 ഒരു പൂർണ്ണസംഖ്യയല്ല, പക്ഷെ 2 ഒരു പൂർണ്ണസംഖ്യയാണ്. 3.6 ഒരു പൂർണ്ണസംഖ്യയല്ല, പക്ഷെ 3 ഒരു പൂർണ്ണസംഖ്യയാണ്. അപ്പൊ പോയിന്റ് ഇല്ലാതെ കറക്റ്റ് ഒരു ഉത്തരം കിട്ടുന്നതിനെയാണ് പൂർണ്ണസംഖ്യയായി കിട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് എഴുതാം. ആദ്യം പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ മക്കളെ? പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2600 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ശരി, പലിശ നിരക്ക് എത്രയാ മക്കളെ? പലിശ നിരക്ക് 6.32% ആണോ? 6.32% അല്ലേ. നമുക്ക് ഇതിനെ മിശ്ര ഭിന്നം അല്ലെ വിഷമ ഭിന്നമാക്കാം. 6 × 18 2 20/3%. 20/3%. ഓക്കെ, ഇനി ഉത്തരം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യ ആകണം എന്നാ പറഞ്ഞ് അതിന് എത്ര വർഷം വേണ്ടി വരുന്ന ചോദ്യം. അപ്പൊ ഞാൻ വർഷത്തിന്റെ ഇക്വേഷനിലേക്കല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു നമ്മൾ പഠിച്ച ഇക്വേഷൻ PNR ഡിവൈഡഡ് ബൈ 100. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ മക്കളെ? പ്രിൻസിപ്പൽ എമൗണ്ട് 2600. ശരി, കാലയളവ് അറിയില്ല, കണ്ടുപിടിക്കണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയാം, 20/3. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ 100. ചെയ്തത് ക്ലിയർ ആണല്ലോ. ഈ 2 0-ഉം ഈ 2 0-ഉം വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ളത് എടുത്ത് എഴുതുവാണേ. SI ഈസ് ഈക്വൽ ടു 26 ഇൻറ്റു N ഇൻറ്റു 20/3. 26 ഇൻറ്റു N ഇൻറ്റു 20/3. മക്കളെ, എനിക്ക്
ഈ SIയുടെ ഉത്തരം ഒരു പൂർണ്ണസംഖ്യ കിട്ടാൻ n ഏത് വരണം കുറഞ്ഞത് എന്നാണ് ചോദ്യം. ഇപ്പൊ കാലയളവ് n 1 വർഷമാണ് എന്ന് വിചാരിക്കുക. n 1 വർഷമാണെങ്കിൽ നമ്മൾ ഇത് വെട്ടിച്ചെറുതാക്കുമ്പം ഒരു കറക്റ്റ് ഉത്തരം കിട്ടില്ല. ഉത്തരത്തിൽ പോയിന്റ് വരും. കാരണം താഴെ 3 കിടക്കുന്നത് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആകില്ല. അപ്പൊ n 1 വർഷം, കാലയളവ് 1 വർഷമാണെങ്കിൽ SIയുടെ ഉത്തരം ഒരു പൂർണ്ണസംഖ്യ കിട്ടില്ല. ഇനി n 2 വർഷമാണെങ്കിൽ നമുക്കറിയാം ഈ പൂർണ്ണമായിട്ട് വെട്ടിപ്പോയി ഇതിന്റെ ഉത്തരം ഒരു ദശാംശംഖ്യ ഇല്ലാതെ പൂർണ്ണസംഖ്യ വരില്ല. കാരണം മുകളിൽ 2 അല്ലേ, ഈ 3 എന്നാലും താഴെ കിടപ്പുണ്ട്. 3 കണ്ട് കംപ്ലീറ്റ്ലി വെട്ടാൻ പറ്റില്ല. ഉത്തരത്തിൽ പോയിന്റ് വരും. SIയുടെ ഉത്തരം n 2 ആണെങ്കിലും പോയിന്റ് വരും. പക്ഷെ n 3 ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. n 3 ആണെങ്കിൽ ഈ 3 വെട്ടിക്കളയും, അല്ലെങ്കിൽ വെട്ടിപ്പോകും. അപ്പൊ SIയുടെ ഉത്തരം ഒരു പൂർണ്ണസംഖ്യയായിട്ട് കിട്ടും. എനിക്ക് പലിശ ഒരു പൂർണ്ണസംഖ്യ ആയിരിക്കണം എന്നാ. അപ്പൊ നോക്കിയേ, n 6 വന്നാലും കറക്റ്റ് വെട്ടിപ്പോക്കോളും. പക്ഷെ കുറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, എത്ര വർഷം കൊണ്ടാണ് കുറഞ്ഞത്. അപ്പൊ n 3 വരുമ്പോഴാണ് ഈ 3 വെട്ടിപ്പോയി സാധാരണ പലിശ ഒരു പൂർണ്ണസംഖ്യയായിട്ട് മാറുന്നത്. 1 വന്നാൽ സാധാരണ പലിശ ഒരു പൂർണ്ണസംഖ്യയായിട്ട് മാറില്ല, 2 വന്നാൽ മാറില്ല, 3 വരുമ്പം ഈ സാധാരണ പലിശയുടെ ഉത്തരം ഒരു പൂർണ്ണസംഖ്യയായിട്ട് കിട്ടും. അപ്പൊ കുറഞ്ഞത് എത്ര വർഷം വേണമെന്ന് ചോദിച്ചാൽ ചോദ്യത്തിന്റെ ആൻസർ 3 ആണ് കറക്റ്റ്. ഇതാണ് ഈ കണക്ക് ചെയ്യുന്ന രീതി. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് വ്യത്യാസം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ സംശയം വരാൻ സാധ്യതയുണ്ട്. കുറച്ച് വ്യത്യാസമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോണേ, കുറഞ്ഞത് എത്ര വർഷം കൊണ്ടാണ് 2600 രൂപയ്ക്ക് 6.32% പലിശ നിരക്ക് ലഭിക്കുന്ന പലിശ ഒരു പൂർണ്ണസംഖ്യ ആകുന്നതെന്നാണ് ചോദ്യം. ഈ പൂർണ്ണസംഖ്യ ആകുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. 2.36 ഒരു പൂർണ്ണസംഖ്യയല്ല, പക്ഷെ 2 ഒരു പൂർണ്ണസംഖ്യ, 3 ഒരു പൂർണ്ണസംഖ്യ, 6, അതായത് ഉത്തരം പോയിന്റ് ഇല്ലാതെ കിട്ടുന്നതിനെയാണ് പൂർണ്ണസംഖ്യയായി കിട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ SIയുടെ ഉത്തരം ഒരു പൂർണ്ണസംഖ്യയായി കിട്ടണം, പോയിന്റ് ഇല്ലാതെ കിട്ടണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഞാൻ SIയുടെ ഇക്വേഷനിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. SI = PNR/100 സോൾവ് ചെയ്യുമ്പം SI = 26 × n × 20/3 എന്ന് വരും. ഈ ഉത്തരം ഒരു പൂർണ്ണസംഖ്യയായിട്ട് മാറണം. അപ്പൊ SI ഒരു പൂർണ്ണസംഖ്യ കിട്ടണം. n 1 വന്നാൽ ഒരു പൂർണ്ണസംഖ്യ കിട്ടില്ല, n 2 വന്നാൽ ഒരു പൂർണ്ണസംഖ്യ കിട്ടില്ല, n 3 വന്നാൽ ഈ 3 വെട്ടിപ്പോയി ഉത്തരം ഒരു പൂർണ്ണസംഖ്യ കിട്ടും. അപ്പം പലിശ ഒരു സാധാരണ പൂർണ്ണസംഖ്യ ആവാൻ കുറഞ്ഞത് എത്ര വർഷം വേണമെന്ന് ചോദിച്ചാൽ കുറഞ്ഞത് 3 വർഷം വേണം എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. 4ാമത്തെ ടൈപ്പ് ചോദ്യം പരിചയപ്പെടാം. ഇത് എന്ത് കാണാനാ മക്കളെ? പലിശ നിരക്ക് കാണാൻ കേട്ടോ. അപ്പൊ ഇതിന്റെ ഹെഡിങ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടത് എന്താ എഴുതേണ്ടത്? ഇത് എന്തിനുള്ള ചോദ്യമാ? പലിശ നിരക്ക് കാണാനുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. പലിശ നിരക്ക് കാണാൻ, ഇതാണ് ഇതിന്റെ ടൈറ്റിലായിട്ട് എഴുതേണ്ടത്. ഓരോന്നും നന്നായി പഠിക്കുക. ഒരാൾ 8000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. ഇത് 4 വർഷത്തിന് ശേഷം 9600 രൂപയായി തിരികെ ലഭിച്ചാൽ പലിശ നിരക്ക് എത്ര ശതമാനമായിരിക്കും? ഓക്കെ, അപ്പൊ ഈ ചോദ്യം പലിശ നിരക്ക് കാണാൻ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനാണ്. എന്താണ് പലിശ നിരക്ക് കാണാനുള്ള ഇക്വേഷൻ? SI × 100 ഡിവൈഡഡ് ബൈ PN. SI × 100/PN ആണ് പലിശ നിരക്ക് കാണാനുള്ള ഇക്വേഷൻ. SI × 100/PN. ഇവിടെ SI എത്രയാ? 8000 രൂപ 9600 രൂപയായി മാറി എന്ന് പറഞ്ഞാൽ 1600 രൂപ പലിശ കിട്ടി എന്നാണ് അർത്ഥം. അപ്പൊ SI 1600 ആണ്, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ PN. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 8000 ആണ്. 8000 ഇൻറ്റു കാലയളവ് എത്രയാ? കാലയളവ് തന്നിരിക്കുന്നത് 4 വർഷം. എല്ലാ വാല്യൂസും ഉണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഉത്തരവായി അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ റെഡിമെയ്ഡ് ഇക്വേഷൻ കയ്യിലുണ്ട്. SI × 100/PR, ഇതാണ് PN, ഇതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ ഇക്വേഷൻ. അതിലേക്ക് തന്നിരിക്കുന്ന ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പം നമ്മൾ ഒന്ന് സോൾവ് ചെയ്താൽ കിട്ടും ആൻസർ. നോക്കാം. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിക്കളയാം, ഈ ഒരു പൂജ്യവും വെട്ടിക്കളയാം, ഇതും കൂടെ വെട്ടിക്കളയാം. അപ്പൊ 20 വരും അല്ലെ? 20/4 5% എന്നാണ് ആൻസർ കിട്ടുന്നത്.
നമ്മുടെ ആൻസർ 5% എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ചേട്ടാ. അപ്പൊ പലിശനിരക്ക് കാണാനുള്ള ചോദ്യം പരീക്ഷയ്ക്ക് വന്നാലേ ഒരു ബുദ്ധിമുട്ടുമില്ല. പലിശനിരക്ക് കാണാൻ വന്നാൽ നമുക്ക് ഇക്വേഷൻ കയ്യിലുണ്ട്. SI × 100/PN. SI ഉണ്ട് ചോദ്യത്തിൽ, P ഉണ്ട് ചോദ്യത്തിൽ, N ഉണ്ട് ചോദ്യത്തിൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. അടുത്ത ചോദ്യം, 3 വർഷം കൊണ്ട് 4250 രൂപ 4760 രൂപയാകണം എങ്കിൽ എത്ര ശതമാനം പലിശ നിരക്കുള്ള ബാങ്കിൽ നിക്ഷേപിക്കണം? പലിശ നിരക്ക് കാണാനാണല്ലോ. പലിശ നിരക്ക് കാണാൻ നമുക്കറിയാം SI × 100/PN ആണ് ഇക്വേഷൻ അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. SI എത്രയാ മക്കളെ? 4250 രൂപ 4760 രൂപയാവണം. ഇതിന്റെ ഡിഫറൻസ് ആണ് SI. അത് 510 ആണ്. × 100 ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 4250 ഇൻറ്റു കാലയളവ് എന്ന് പറഞ്ഞാൽ 3 വർഷം അല്ലേ. സോൾവ് ചെയ്യാലോ. ഈ പൂജ്യവും ആദ്യം തന്നെ വെട്ടി കളയാം. ഈ 100ഉം ഈ 425ഉം 25 വെച്ച് വെട്ടിക്കളയാം. 25 425ൽ 17 തവണ, 100ൽ 25 4 തവണ. ഈ 17ഉം 51ഉം വെട്ടിക്കളയാം. 17 × 3 51. ഈ 3ഉം വെട്ടിക്കളയാം. നമ്മുടെ ആൻസർ 4% എന്ന് കിട്ടും. ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി 4%. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 രൂപയ്ക്ക് 60 വർഷം കൊണ്ട് 9 രൂപ പലിശ ലഭിച്ചെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനം? അപ്പൊ പലിശ നിരക്കിന്റെ ചോദ്യമാണ്. എന്തൊക്കെയുണ്ട്? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 1 രൂപ. 1 രൂപയ്ക്ക് കിട്ടിയ കാര്യം പറഞ്ഞിരിക്കുന്നത്. കാലയളവ് എത്രയാ? 60 വർഷം. കാലയളവ് 60 വർഷം. ഓക്കെ. ഇനി 9 രൂപ പലിശ ലഭിച്ചു എന്ന് പറഞ്ഞാൽ SI പലിശ കിട്ടിയതാണ് എത്ര? 9 രൂപ. എങ്കിൽ പലിശ നിരക്ക് എത്ര? പലിശ നിരക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണണം അല്ലേ. ഇക്വേഷൻ പലിശ നിരക്ക് ഈക്വൽ ടു SI × 100 ഡിവൈഡഡ് ബൈ PN ആണോ. SI എത്രയാ? 9 × 100 ഡിവൈഡ് ബൈ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 1 × N എത്രയാ? 60 വർഷം. സോൾവ് ചെയ്യാം. ഇതും വെട്ടിപ്പോയി. 3 വെച്ച് വെട്ടിക്കളഞ്ഞാൽ ഇത് 2 തവണ, 3 വെച്ച് വെട്ടിക്കളഞ്ഞാൽ ഇത് 3 തവണ ആണോ. 2ഉം 10ഉം വെട്ടിക്കളയാം 5 തവണ. 5 × 3 15% എന്ന ആൻസർ കിട്ടും. 15% ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. 15%. 5ാമത്തെ ടൈപ്പ് ചോദ്യത്തില് നമ്മൾ മുതൽ കണ്ടുപിടിക്കാനാണ് പഠിക്കുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ മുതൽ കണ്ടുപിടിക്കാൻ കേട്ടോ. പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ മുതൽ കണ്ടുപിടിക്കാനാണ് ഈ 5ാമത്തെ ടൈപ്പിൽ പരിചയപ്പെടുന്നത്. ചോദ്യം വായിച്ചു നോക്കാം. 5% പലിശ നിരക്കിൽ 8 വർഷം കൊണ്ട് 560 രൂപ പലിശ ലഭിക്കണമെങ്കിൽ എത്ര രൂപ നിക്ഷേപിക്കണം? മക്കളെ, എത്ര രൂപ നിക്ഷേപിക്കണം അല്ലേ. അപ്പൊ 5% പലിശ നിരക്കിൽ 8 വർഷം കൊണ്ട് 560 രൂപ പലിശ ലഭിക്കണമെങ്കിൽ എത്ര രൂപ നിക്ഷേപിക്കണം? അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് കാണാനല്ലേ ചോദ്യം. അതിനും റെഡിമെയ്ഡ് ഇക്വേഷൻ കയ്യിലുണ്ടല്ലോ. SI × 100 ആണോ. SI × 100 ഡിവൈഡഡ് ബൈ N × R. ഇതാണ് പ്രിൻസിപ്പൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ. ശരി, ഇവിടെ എത്രയാ? SI 560 രൂപയാണ് പലിശ ലഭിക്കേണ്ടത്. അപ്പൊ SI 560 ആണ്. × 100 ഡിവൈഡഡ് ബൈ N. N എന്ന് പറഞ്ഞാൽ കാലയളവാണ് അല്ലെ. കാലയളവ് 8 വർഷം എന്നാണ്. 8 × റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 5% സോ 5. വെട്ടി ചെറുതാക്കി സോൾവ് ചെയ്യാം. 5ഉം 100ഉം കൂടെ അങ്ങ് വെട്ടിക്കളയാം. 20 എന്ന് കിട്ടും അല്ലെ. 8ഉം 56ഉം വെട്ടിക്കളയാം. 7 തവണ 70 എന്ന് കിട്ടും. ആൻസർ 7 × 2 14ഉം 2 0. 1400 രൂപ എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. 1400 രൂപ.
അപ്പം എത്ര രൂപ അവിടെ നിക്ഷേപിക്കണം എന്ന് ചോദിച്ചാൽ ആൻസർ 1400 എന്നാണ് വരുന്നത്. 1400 രൂപ നിക്ഷേപിക്കണം. രണ്ടാമത്തെ ചോദ്യം ടൈപ്പ് 5ന്റെ 3 വർഷം കൊണ്ട് 18,000 രൂപ പലിശ ലഭിക്കാൻ 15% പലിശ നിരക്കിൽ എന്ത് തുക നിക്ഷേപിക്കണം? അപ്പൊ ഇതും പ്രിൻസിപ്പൽ എമൗണ്ട് കാണാനാണ്. SI × 100/NR ആണ്. SI എന്ന് പറഞ്ഞാൽ 18,000 രൂപയാണ് പലിശ ലഭിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 18,000 ആണ് SI × 100 ഡിവൈഡഡ് ബൈ P പ്രിൻസിപ്പൽ എമൗണ്ട് N 3 വർഷം, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15%. സോ പ്രിൻസിപ്പൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ SI × 100/NR ആണ്. N 3, R 15. സോൾവ് ചെയ്യുവാണെങ്കിൽ മക്കളെ നമുക്ക് ഈ 3ഉം 18ഉം വെട്ടിക്കളയാം. 6000 എന്ന് വരും അല്ലേ. ഈ 15ഉം 60ഉം വെട്ടിക്കളയാം. 400 എന്ന് വരും. 400 × 100 ആൻസർ 40,000 എന്ന് കിട്ടും. 40,000. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ കറക്റ്റ്, 40,000. ശ്രദ്ധിച്ച് വെട്ടി ചെറുതാക്കി സോൾവ് ചെയ്താൽ മതി. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാനില്ല. മുന്നോട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ദിവസം കൊണ്ട് 1 രൂപ പലിശ കിട്ടാൻ 5% പലിശ നിരക്കുള്ള ബാങ്കിൽ എന്ത് തുക നിക്ഷേപിക്കണം? ഓക്കെ, അപ്പൊ എനിക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കാണാനാണ് ചോദ്യം. ഇക്വേഷൻ എനിക്കറിയാം. SI × 100/NR ആണ്. SI × 100/NR ആണ് ഇക്വേഷൻ. SI × 100/NR അല്ലെ. SI എത്ര പലിശ കിട്ടണം? 1 രൂപ പലിശ കിട്ടണം. അപ്പൊ SI 1 × 100 അല്ലെ ഡിവൈഡഡ് ബൈ NR ആണോ? N കാലയളവാണ്. എത്ര നാൾ കൊണ്ടാ? 1 ദിവസം കൊണ്ട് എന്നാണ് കാലയളവ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 1 ദിവസം എന്നത് കാലയളവാണ്. കാലയളവ് ഇയറിൽ പറയണം എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പൊ N കാലയളവിനെ സൂചിപ്പിക്കുന്നു, പക്ഷെ ആ കാലയളവ് ഇയറിൽ എടുക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ N 1 ദിവസമാണെങ്കിൽ അതിനെ വർഷത്തിലേക്ക് മാറ്റി എഴുതണം. ദിവസത്തിനെ വർഷത്തിലേക്ക് മാറ്റാൻ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 1 ദിവസം എന്ന് പറഞ്ഞാൽ 1/365 വർഷമാണ്. അപ്പൊ Nന്റെ സ്ഥാനത്ത് 1/365 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇൻറ്റു R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അത് 5% എന്ന് കിട്ടും. വെട്ടിച്ചെറുതാക്കാം. ഈ 5ഉം ഈ 100ഉം അങ്ങ് വെട്ടിക്കളയാം. 20. ബാക്കിയുള്ളത് എടുത്തെഴുതാനാണെങ്കിൽ മുകളിൽ 20 ഉണ്ട്. ഇൻറ്റു താഴത്തെ 365 1/365 തിരിഞ്ഞു വരുമ്പോൾ 365/1 എന്ന് വരും അല്ലേ. സോ 20 × 365 എന്ന് വരും. നമുക്ക് കിട്ടുന്ന ആൻസർ 7300 എന്ന് കിട്ടും. 7300 രൂപയാണ് എന്ന് കിട്ടും. സോ ഉത്തരം ആദ്യത്തെ ഓപ്ഷനാണ് അല്ലേ. ഓപ്ഷൻ എ കിട്ടും. ചെയ്തത് ക്ലിയർ ആണോ? അപ്പൊ എന്ത് കാണാനുള്ള ചോദ്യമാണ്? പ്രിൻസിപ്പൽ എമൗണ്ട് കാണാൻ. എന്തുണ്ട്? ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. അതിനാവശ്യമായ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ N കാലയളവാണ്. കാലയളവ് ദിവസത്തിലാണ് തന്നേക്കുന്നത്. ദിവസത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാലയളവിനെ വർഷത്തിലേക്ക് ആക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പൊ ദിവസത്തിനെ വർഷത്തിലേക്ക് ആക്കാൻ 365 ഡിവൈഡ് ചെയ്തു. എന്നിട്ട് വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്തു. നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് 6ാമത്തെ ടൈപ്പ് ചോദ്യങ്ങളാണ്. അതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ ആ 6ാമത്തെ ടൈപ്പുമായി ബന്ധപ്പെട്ട് ഒന്ന് പഠിച്ചു വെക്കാം. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഒരു തുക ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം എന്ന് ചോദിച്ചാൽ 100/6 ചെയ്താൽ മതി. എത്ര ശതമാനം പലിശ നിരക്കുള്ളോടത്ത് നിക്ഷേപിക്കണം എന്ന് ചോദിച്ചാൽ 100/n ചെയ്താൽ മതി. പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണേ. ഒരു തുക ഇരട്ടിയായിട്ട് മാറുന്നതിന് എത്ര വർഷം എടുക്കുമെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ 100/ ആ ബാങ്കിലെ പലിശ നിരക്ക് ചെയ്താൽ കിട്ടും. ഇനി എത്ര ശതമാനം പലിശ നിരക്കുള്ളോടത്ത് നിക്ഷേപിക്കണം എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ 100/n
എത്ര കാലയളവ് വേണം എന്നത് ചെയ്യണം. അപ്പം തുക ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്ത് ചെയ്യണം? 100/6. 6 ചോദ്യത്തിൽ തന്നിരിക്കും. എത്ര ശതമാനം പലിശ നിരക്കുള്ളോടത്ത് നിക്ഷേപിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ 100/n ചെയ്യണം. n ചോദ്യത്തിൽ തന്നിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഒരു തുക ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം എന്നറിയാം. കാണാതെ പഠിച്ചു. ഒരു തുക ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം എന്നറിയാം. 100/r. എത്ര ശതമാനം പലിശ നിരക്കുള്ളോടത്ത് നിക്ഷേപിക്കണം എന്ന് ചോദിച്ചാൽ 100/n. യെസ്. അടുത്തത്, തുക 3 മടങ്ങാകാൻ എത്ര വർഷം വേണം എന്നറിയാൻ 200/r. എത്ര ശതമാനം പലിശ നിരക്കുള്ളോടത്ത് നിക്ഷേപിക്കണം എന്ന് ചോദിച്ചാൽ 200/n. കണ്ടോ? 3 മടങ്ങാവാൻ എത്ര വർഷം വേണം എന്നറിയാൻ 3 മടങ്ങാവാൻ ചോദിച്ചാൽ 200 ചെയ്യണം. കണ്ടോ? എത്ര വർഷം വേണം എന്നറിയാൻ 200/r ചെയ്യണം. എത്ര ശതമാനം പലിശ നിരക്കുള്ളോടത്ത് നിക്ഷേപിക്കണം എന്ന് ചോദിച്ചാൽ 200/n ചെയ്യണം. അപ്പൊ അടുത്തത്, തുക 4 മടങ്ങാകാൻ അല്ലെ? തുക 4 മടങ്ങാകാൻ എത്ര വർഷം വേണം എന്ന് ചോദിച്ചാൽ 300/r ചെയ്യണം. 300/r. എത്ര ശതമാനം പലിശ നിരക്കുള്ളോടത്ത് നിക്ഷേപിക്കണം എന്ന് ചോദിച്ചാൽ 300/n ചെയ്യണം. കണ്ടോ? അപ്പം 4 മടങ്ങാകാൻ എന്ന് ചോദിച്ചാൽ 300/r ചെയ്യണ്ടേ. കണ്ടോ? എത്ര ശതമാനം പലിശ നിരക്കുള്ളോടത്ത് നിക്ഷേപിക്കണം എന്ന് ചോദിച്ചാൽ 300/n. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ എന്തായിരിക്കും? തുക 5 മടങ്ങാകാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? തുക 5 മടങ്ങാകാൻ എത്ര വർഷം എന്ന് വേണമെന്ന് ചോദിച്ചാൽ 400/r ചെയ്യണം അല്ലേ? എത്ര ശതമാനം പലിശ നിരക്കുള്ളോടത്ത് നിക്ഷേപിക്കണം എന്ന് ചോദിച്ചാൽ 400/n ചെയ്യണം. റെഡി അല്ലേ? അപ്പൊ ഇതിന്റെ ലോജിക്ക് മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇരട്ടിയാകാൻ എന്ന് ചോദിച്ചാൽ 100/. കണ്ടോ? 3 മടങ്ങാവാൻ എന്ന് ചോദിച്ചാൽ 200/. 4 മടങ്ങാകാൻ എന്ന് ചോദിച്ചാൽ 300/. ചെയ്യണം. 5 മടങ്ങാവാൻ എന്ന് ചോദിച്ചാൽ 400/. അപ്പൊ 10 മടങ്ങാവാൻ എന്ന് ചോദിച്ചാൽ 900/. ചെയ്യണം അല്ലേ? ഈ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇനി മുന്നോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് നിന്ന് പലതവണ ചോദിച്ചേക്കുന്നതാണ്. ഒന്നുകൂടെ പഠിച്ചേ മക്കളെ. ഒരു തുക ഇരട്ടിയായിട്ട് മാറണം. അതിന് എത്ര വർഷം എടുക്കുമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ പലിശ നിരക്ക് ചോദ്യത്തിൽ തന്നിരിക്കും. നിങ്ങൾ വേറെ ഒന്നും ബോധേരാവണ്ട. 100/r അങ്ങ് ചെയ്താൽ മതി. എത്ര ശതമാനം പലിശ നിരക്ക് വേണം എന്ന് ചോദിച്ചാൽ n ചോദ്യത്തിൽ തന്നിരിക്കും. അപ്പൊ 100/n ചെയ്താൽ മതി. ഇനി ഒരു തുക 3 ഇരട്ടിയായിട്ട് മാറാൻ എത്ര വർഷം വേണമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ 200/r ചെയ്യണം. എത്ര ശതമാനം പലിശ നിരക്കുള്ളിടത്ത് നിക്ഷേപിക്കണം എന്ന് വെച്ചാൽ 200/n ചെയ്യണം. 4 മടങ്ങാവാൻ 300/. 5 മടങ്ങാവാൻ 400/. 6 മടങ്ങാവാൻ 500/. പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അവിടെ 1-2 കാര്യങ്ങൾ അഡീഷണലി നിങ്ങളോട് പറയാനുള്ളത്. തുക ഇരട്ടിയാകുക എന്ന് പറയുന്നത് തന്നെയാണ് 2 മടങ്ങാകുക എന്ന് പറയുന്നത് കേട്ടോ. 2 മടങ്ങാകുക. തുക ഇരട്ടിയാകുക എന്ന് പറഞ്ഞാലും 2 മടങ്ങാകുക എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. ഇനി ഇത് തന്നെയാണ് മുതലും പലിശയും തുല്യമാകുക എന്ന് പറയുന്നത്. മുതലും പലിശയും തുല്യമാകുക. മുതലും പലിശയും തുല്യമാകുക. മുതലും പലിശയും തുല്യമാകുക എന്ന് പറഞ്ഞാൽ, മുതലും പലിശയും തുല്യമാകുക എന്ന് പറഞ്ഞാലും ഇരട്ടിയാകുക എന്നർത്ഥം. മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ 1000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. എനിക്ക് 2000 ആയിട്ട് തിരിച്ചു കിട്ടുമ്പോഴല്ലേ നമ്മൾ തുക ഇരട്ടിയായി എന്ന് പറയുന്നത്. 1000 രൂപ നിക്ഷേപിച്ചിട്ട് അത് 2000 ആയിട്ട് തിരിച്ചു കിട്ടുമ്പോഴാണ് നമ്മൾ തുക ഇരട്ടിയായെന്ന് പറയണേ. ആണല്ലോ. 1000 രൂപ 2000 ആയിട്ട് തിരിച്ചു കിട്ടണമെങ്കിൽ 1000 രൂപയ്ക്ക് 1000 രൂപ പലിശ കിട്ടണ്ടേ? 1000 രൂപയ്ക്ക് 1000 രൂപ പലിശ കിട്ടുമ്പോഴാണ് തുക ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടിയെന്ന് പറയാൻ പറ്റുന്നത്. ശരിയല്ലേ? അപ്പം മുതലും പലിശയും തുല്യമാകുമ്പോഴാണ് തുക ഇരട്ടിയാകുന്നത്. ഞാൻ 50 രൂപ നിക്ഷേപിച്ചു. എനിക്ക് 50 രൂപ പലിശ കിട്ടുമ്പോഴല്ലേ 50 രൂപ 100 രൂപയായിട്ട് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ തുക ഇരട്ടിയാകുക എന്ന് പറഞ്ഞാൽ മുതലും പലിശയും തുല്യമാകുക എന്നല്ലേ അർത്ഥം.
പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ മുതലും പലിശയും തുല്യമാകുക എന്ന് പറഞ്ഞാൽ തുക ഇരട്ടിയാകുക അല്ലെങ്കിൽ 2 മടങ്ങാകുക എന്നർത്ഥം അല്ലെ. നിങ്ങൾ ഒരു 80 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു, നിങ്ങൾക്ക് 160 രൂപ തിരിച്ചു കിട്ടുമ്പോഴല്ലേ നിങ്ങൾ തുക ഇരട്ടിയായി തിരിച്ചു കിട്ടി എന്ന് പറയുന്നത്. 80 രൂപയ്ക്ക് 80 രൂപ പലിശ കിട്ടിയാലല്ലേ 80 രൂപയ്ക്ക് 80 രൂപ പലിശ കിട്ടിയാലല്ലേ തുക ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്നത്. ആണോ? അപ്പം മുതലും പലിശയും തുല്യമാകുക എന്ന് പറഞ്ഞാൽ തുക ഇരട്ടിയാകുക എന്നതാണ് അർത്ഥം. ഇനി ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക, 100% വളർച്ച നേടുക. മുതൽ 100% വളർച്ച, വരൾച്ചയല്ല വളർച്ച നേടുക എന്ന് പറഞ്ഞാലും മുതലും പലിശയും തുല്യമാകുക, അല്ലെങ്കിൽ തുക ഇരട്ടിയാകുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഈ തുക ഇരട്ടിയാകുക എന്നതിനെ പല രീതിയിൽ പറയാൻ പറ്റും. തുക ഇരട്ടിയാകുക എന്നതിനെ തുക 2 മടങ്ങായി മാറുക എന്ന് പറയാം, മുതലും പലിശയും തുല്യമാകുക എന്ന് പറയാം, മുതൽ 100% വളർച്ച നേടുക എന്ന് പറഞ്ഞാൽ മുതലും പലിശയും തുല്യമായി അല്ലെങ്കിൽ തുക ഇരട്ടിയായെന്ന്. അപ്പൊ തുക ഇരട്ടിയാകുക എന്നതിനെ ഇങ്ങനെ പല രീതിയിൽ പറയാം, പഠിച്ചു വെച്ചോണം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു മോഡൽ റെഡിയാണോ? അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, തുക ഇരട്ടിയാകുക എന്ന് പറഞ്ഞാലും തുക 2 മടങ്ങാകുക എന്ന് പറഞ്ഞാലും മുതലും പലിശയും തുല്യമാകുക എന്ന് പറഞ്ഞാലും മുതൽ 100% വളർച്ച നേടി എന്ന് പറഞ്ഞാലും എല്ലാം 100/n 100/r ചെയ്യണം. n ചോദിച്ചാൽ 100/r ചെയ്യണം, r ചോദിച്ചാൽ 100/n ചെയ്യണം. തുക 3 മടങ്ങാവാൻ 200/r 200/n, തുക 4 മടങ്ങാവാൻ 300/r 300/n, തുക 5 മടങ്ങാവാൻ 400/r 400/n അല്ലെ. ഇനി ഇത് പല സ്ഥലത്ത് ആവശ്യം വരുവേ. തുക ഇരട്ടിയാകുക എന്നതിനെ 2 മടങ്ങാകുക എന്ന് പറയും, മുതലും പലിശയും തുല്യമാകുക എന്ന് പറയും. മുതലും പലിശയും തുല്യമാകുമ്പോൾ തുക ഇരട്ടിയായെന്ന അർത്ഥം. ഇനി മുതൽ 100% വളർച്ച നേടി എന്ന് പറഞ്ഞാലും മുതലും പലിശയും തുല്യമായി തുക ഇരട്ടിയായെന്ന അർത്ഥം. ഓക്കെയാണ്. ശരി, നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഓരോ ചോദ്യങ്ങൾ നോക്കാം. ശരി, 6ാമത്തെ ടൈപ്പ്, 25% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകുന്നതിന് എത്ര വർഷം എടുക്കും? 25% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകുന്നതിന്, കണ്ടോ, തുക ഇരട്ടിയാകുന്നതിന് എത്ര വർഷം എടുക്കും എന്നല്ലേ ചോദ്യം. ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കും എന്നറിയാൻ n = 100/r അല്ലേ ചെയ്യണ്ടേ. ഇരട്ടിയാകുന്നതിന് എന്നാണെങ്കിൽ 100/r. എത്ര വർഷം എടുക്കുന്ന ചോദ്യം. അപ്പൊ n കാണാനാണ് 100/r. 100/r പലിശ നിരക്ക് ചോദ്യത്തിലുണ്ട്. പലിശ നിരക്ക് എത്രയാ? 25. എത്ര വർഷം എടുക്കും മക്കളെ? 4 വർഷം. ആൻസർ 4 വർഷം എന്ന് കിട്ടും. ചെയ്തത് ക്ലിയർ. 4 വർഷം, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 20 വർഷം കൊണ്ട് ഒരു തുക ഇരട്ടിയാകണം എങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കണം? ശരി, അപ്പൊ നമുക്കറിയാം പലിശ നിരക്ക് കാണണം. ഇരട്ടിയാവാൻ പലിശ നിരക്ക് കാണാൻ 100/n ചെയ്യണം. ആണോ? പലിശ നിരക്ക് കാണാൻ 100/n ചെയ്യണ്ടേ അല്ലെ. തുക ഇരട്ടിയാകണം എന്നാ പറഞ്ഞേക്കുന്നത്. ഇരട്ടിയാകാൻ പലിശ നിരക്ക് എത്ര വേണം? പലിശ നിരക്കാണ് 100/n ചെയ്യണം. 100/n എത്രയാ മക്കളെ? 100/n എത്രയാ? n 20 വർഷം എന്ന് ചോദ്യത്തിലുണ്ട്. സോ ആൻസർ 5% എന്നാണ് കിട്ടുന്നത്. അപ്പം ഇരട്ടിയാകുക എന്ന് കണ്ടാൽ, 2 മടങ്ങാകുക എന്ന് കണ്ടാൽ, മുതലും പലിശയും തുല്യമാകുക എന്ന് കണ്ടാൽ 100/, ചെയ്തോളുക. ശരി, ആൻസർ 5%, ഓപ്ഷൻ എ. മുന്നോട്ട് അടുത്ത ചോദ്യം, 8% സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ച തുക 100% വളർച്ച നേടണമെങ്കിൽ അല്ലേ. ഞാൻ പറഞ്ഞു 100% വളർച്ച നേടുക എന്ന് പറഞ്ഞാൽ മുതലും പലിശയും തുല്യമാകുക, തുക ഇരട്ടിയാകുക എന്നർത്ഥം അല്ലെ. അപ്പൊ അതിന് എത്ര വർഷം വേണം എന്നാണ് ചോദ്യം. n കാണാൻ ചോദിച്ചാൽ 100/r ചെയ്യണം അല്ലെ. സോ 100/r എന്ന് പറഞ്ഞാൽ 100/r പലിശ നിരക്കാണ് അല്ലെ. പലിശ നിരക്ക് 8% അല്ലേ. 100/8 നമുക്ക് 12.5 എന്നല്ലേ വരുന്നേ. സോ എത്ര വർഷം വേണമെന്ന് ചോദിച്ചാൽ 12.5 ഇയർ വേണം എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 12.5, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മുന്നോട്ട്, 5% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 3 മടങ്ങാകാൻ എത്ര വർഷം വേണം? 3 മടങ്ങാവാൻ എത്ര വർഷം വേണം എന്നറിയാൻ നമുക്കറിയാം 200/r ചെയ്യണം. 3 മടങ്ങാകുക എന്ന് കേട്ടാൽ അപ്പോൾ തന്നെ 200/, എടുക്കുക.
ശരി, 200/6 എത്രയാ മക്കളെ തന്നേക്കുന്നത്? 5% ആണോ? ആൻസർ 4. 40 വർഷം. എത്ര വർഷം വേണമെന്ന് ചോദിച്ചാൽ 40 വർഷം എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 40 വർഷം. അടുത്ത ചോദ്യം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈപ്പ് കേട്ടോ. 20 വർഷം കൊണ്ട് ഒരു നിക്ഷേപം 4 മടങ്ങാകണമെങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കണം? പലിശ നിരക്ക് കാണാനാ. 4 മടങ്ങാകാൻ എന്ന് പറഞ്ഞാൽ 300 ചെയ്യണം ആണോ? 300/n ചെയ്യണം അല്ലേ? സോ 300/20 അല്ലേ? 300/20 ഇതും വെട്ടിപ്പോയി. ആൻസർ 15% എന്ന് കിട്ടും. 15%. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 15%. മുന്നോട്ട്, 15% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 7 മടങ്ങാകാൻ എത്ര വർഷം വേണം? എന്ന് കാണാനാ. 7 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 600 ചെയ്യണം. ശരിയല്ലേ? 600/6 ചെയ്യണം. ശരി, 600/6 എന്നത് 15%. ഇതും വെട്ടിക്കളയാം. 4. 40 കിട്ടും. ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി, 40. അടുത്ത ചോദ്യം, 8% സാധാരണ പലിശ നിരക്കിൽ 9,000 രൂപ നിക്ഷേപിക്കുന്നത് 45,000 രൂപയായി തിരിച്ചു കിട്ടാൻ എത്ര വർഷം വേണ്ടി വരും? 9,000 രൂപ 45,000 രൂപയായി തിരിച്ചു കിട്ടാൻ എത്ര വർഷം വേണ്ടി വരും? 9,000 45,000 രൂപയായിട്ട് തിരിച്ചു കിട്ടാൻ അല്ലേ? 9,000 45,000 രൂപയായിട്ട് തിരിച്ചു കിട്ടാൻ എത്ര വർഷം? മക്കളെ, 9,000 45,000 തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ 5 മടങ്ങായി വർദ്ധിക്കുക, 5 മടങ്ങാകുക എന്നല്ല അർത്ഥം. നമ്മൾ പഠിച്ചിട്ടില്ലേ, തുക 5 മടങ്ങാകാൻ അല്ലേ? തുക 5 മടങ്ങാകാൻ എത്ര വർഷം വേണം എന്ന് ചോദിച്ചാൽ 400/6 ചെയ്താൽ മതി എന്നല്ലേ പഠിച്ചേക്കുന്നേ. സോ ഇവിടെ 400/6 എന്ന് പറഞ്ഞാൽ എത്രയാ? 8% അല്ലേ? സോ ആൻസർ എത്ര കിട്ടും? 50 വർഷം. 50 വർഷം. ഓപ്ഷൻ ഏതാ കറക്റ്റ്? എ. ഇവിടെ 5 മടങ്ങാകുക എന്ന് തന്നിട്ടില്ല, പക്ഷെ 9,000 45,000 മാറുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 9,000 45,000 മാറാൻ 5 മടങ്ങാവണം. 9,000 5 മടങ്ങാവുമ്പോഴാണ് 45,000 ആകുന്നത്. 5 മടങ്ങാവാൻ എത്ര വർഷം വേണമെന്ന് അറിയാൻ 400/6 ചെയ്താൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ അത് 5 മടങ്ങായി മാറുകയാണ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് ഈ ചോദ്യത്തിന്റെ ട്രിക്ക് അല്ലെ. 9,000 45,000 ആകുക. 9×5 ആണ് 45. 5 മടങ്ങാകണം. തുക 5 മടങ്ങായി മാറാൻ എത്ര വർഷം വേണമെന്നറിയാൻ 400/6 ചെയ്താൽ മതി. ആൻസർ 50 വർഷം എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നു ടൈപ്പ് 7. ഒരു തുക ഇരട്ടിയാകുന്നതിന് 5 വർഷം എടുത്താൽ 4 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും? ശ്രദ്ധിച്ച് കേട്ടോണേ. ഒരു തുക ഇരട്ടിയാകുന്നതിന്, ഇരട്ടിയാകുക എന്ന് പറഞ്ഞാൽ 2 മടങ്ങാകുക അല്ലെ? സോ 2 മടങ്ങാകുക അല്ലെങ്കിൽ 2 മടങ്ങാകാൻ, 2 മടങ്ങാകാൻ എത്ര വർഷം വേണം? 5 വർഷം വേണം. അപ്പൊ ഇരട്ടിയാകുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 2 മടങ്ങാകുക. 2 മടങ്ങാകാൻ 5 വർഷം വേണം. ഓക്കെ, എങ്കിൽ 4 മടങ്ങാവാൻ എത്ര വർഷം എടുക്കും? 4 മടങ്ങാകാൻ 4 മടങ്ങാകാൻ എത്ര വർഷം വേണം? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ 2 മടങ്ങാവാൻ 5 വർഷം വേണമെങ്കിൽ 4 മടങ്ങാവാൻ എത്ര വർഷം വേണ്ടി വരും എന്നതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഓർക്കും, ഇങ്ങനെ എഴുതിയിട്ട് ഇത് നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരം കിട്ടുമെന്ന്. കിട്ടില്ല. ഇങ്ങനെ എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരം കിട്ടില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യം ശ്രദ്ധിച്ചോണേ. 2 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 1 മടങ്ങ് വർദ്ധിക്കുക എന്നാണ്. അപ്പോൾ 1 മടങ്ങ് വർദ്ധിക്കാനാണ്, 1 മടങ്ങ് വർദ്ധിക്കാനാണ് എത്ര വർഷം വേണ്ടി വരുന്നത്? 5 വർഷം വേണ്ടി വരുന്നത് അല്ലേ? 2 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 1 മടങ്ങ് വർദ്ധിക്കുക എന്നാണ്.
1 മടങ്ങ് വർദ്ധിക്കാൻ 5 വർഷം വേണം. 4 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 3 മടങ്ങ് വർദ്ധിക്കുക എന്ന അർത്ഥം അല്ലെ. സോ 3 മടങ്ങ് വർദ്ധിക്കാൻ എത്ര വർഷം വേണമെന്ന് കണ്ടുപിടിച്ചാൽ ഉത്തരമായി. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഉത്തരം. 3 × 5 ഡിവൈഡഡ് ബൈ 1. സോ ആൻസർ 15 വർഷം എന്നാണ് കിട്ടുന്നത്. ആൻസർ 15 വർഷമാണ് മക്കളെ. ഓപ്ഷൻ 15 വർഷം, ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. 2 മടങ്ങാകാൻ 5 വർഷം വേണമെങ്കിൽ 4 മടങ്ങാകാൻ എത്ര വർഷം വേണം എന്നാണ് ചോദ്യം. അപ്പൊ നേരെ ചോദ്യം തന്നിരിക്കുന്ന പോലെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടില്ല. പിന്നെ എന്ത് ചെയ്യണം? 2 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 1 മടങ്ങ് വർദ്ധിക്കുക എന്നാണ് മക്കളെ. എക്സ് പ്ലസ് എക്സ് അല്ലേ 2x അല്ലേ? അപ്പൊ എക്സ് പ്ലസ് എക്സ് ആണ് 2x. അപ്പൊ എക്സ് 2x ആയെന്ന് പറഞ്ഞാൽ 1x കൂടെ കൂടിയുന്ന. അപ്പൊ എക്സ് 1 മടങ്ങ് വർദ്ധിക്കുമ്പോഴാണ് 2x ആയിട്ട് മാറുന്നത് അല്ലേ. ഇനി 4 മടങ്ങായെന്ന് പറഞ്ഞാൽ എന്താ? അതേ ഒരു സംഖ്യ 4 മടങ്ങായെന്ന് പറഞ്ഞാൽ 3x വർദ്ധിക്കുമ്പോഴാണ് അത് 4 മടങ്ങായിട്ട് മാറണ്ടോ. എക്സ് 4x ആയിട്ട് മാറണമെങ്കിൽ 3x വർദ്ധിക്കണം. അപ്പൊ 4 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 3 മടങ്ങ് വർദ്ധിക്കുക എന്നാ. അപ്പൊ 10 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 9 മടങ്ങ് വർദ്ധിക്കണം കണ്ടോ. എക്സ് ഇത് 9x വർദ്ധിക്കുമ്പോഴാണ് അത് 10x ആയിട്ട് മാറുന്നത്. അപ്പൊ എക്സ് 9 മടങ്ങ് വർദ്ധിക്കുമ്പോഴാണ് അത് 10 മടങ്ങായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം 2 മടങ്ങാകാൻ എന്ന് പറഞ്ഞാൽ 1 മടങ്ങ് വർദ്ധിക്കാൻ. 2 മടങ്ങാവാൻ 5 വർഷം വേണം എന്ന് പറഞ്ഞാൽ 1 മടങ്ങ് വർദ്ധിക്കാൻ 5 വർഷം വേണമെന്നാണ്. ഇനി 4 മടങ്ങാവാൻ എത്ര വർഷം വേണം എന്ന് ചോദിച്ചാൽ 3 മടങ്ങ് വർദ്ധിക്കാൻ എത്ര വർഷം എന്ന് കണ്ടുപിടിക്കും. ഇങ്ങനെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഉത്തരം കിട്ടുന്നത്. മുന്നോട്ട് പോവാം. നമുക്ക് ഇതേ പാറ്റേൺ അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു തുക ഇരട്ടിയാകുന്നതിന് 4 വർഷം എടുത്താൽ 7 മടങ്ങാവാൻ എത്ര വർഷം? ഇരട്ടിയാകുക എന്ന് പറഞ്ഞാൽ 2 മടങ്ങാകുക എന്നല്ലേ മക്കളെ. 2 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 1 മടങ്ങ് വർദ്ധിക്കുക എന്നാണ്. ആണോ? 1 മടങ്ങ് വർദ്ധിക്കാനാണ്. 1 മടങ്ങ് വർദ്ധിക്കാനാണ് എത്ര വർഷം? 4 വർഷം. ആണോ? 7 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 6 മടങ്ങ് വർദ്ധിക്കുക എന്നാണ്. 6 മടങ്ങ് വർദ്ധിക്കാൻ 6 മടങ്ങ് വർദ്ധിക്കാൻ എത്ര വർഷം വേണം എന്ന് കണ്ടുപിടിക്കണം. കണ്ടോ, 2 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 1 മടങ്ങ് വർദ്ധിക്കുക. 1 മടങ്ങ് വർദ്ധിക്കാനാണ് 4 വർഷം. 7 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 6 മടങ്ങ് വർദ്ധിക്കുക. 7 മടങ്ങാവാൻ എത്ര വർഷം വേണമെന്ന് അറിയാൻ 6 മടങ്ങ് വർദ്ധിക്കുക എത്ര വർഷം വേണമെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 4 ഡിവൈഡഡ് ബൈ 1. 6 4 24 എന്ന ആൻസർ കിട്ടും. 6 4 24. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 24. മുന്നോട്ട് ചെയ്യാം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. ഒരു തുക 4 മടങ്ങാകാൻ അല്ലെ, 4 മടങ്ങാകാൻ 6 വർഷം വേണമെങ്കിൽ 8 മടങ്ങാവാൻ എത്ര വർഷം വേണ്ടി വരും? ശ്രദ്ധിച്ചോണം, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യരുത്. 4 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 3 മടങ്ങ് വർദ്ധിക്കുക എന്നാണ്. ആണോ? 3 മടങ്ങ് വർദ്ധിക്കാനാണ് അല്ലെ. 3 മടങ്ങ് വർദ്ധിക്കാനാണ് എത്ര വർഷം? 6 വർഷം വേണ്ടി വരുന്നത്. 8 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 7 മടങ്ങ് വർദ്ധിക്കുക എന്നർത്ഥം. 7 മടങ്ങ് വർദ്ധിക്കാൻ എത്ര വർഷം വേണം എന്ന് കണ്ടുപിടിക്കണം. 3 മടങ്ങ് വർദ്ധിക്കാൻ 6 വർഷം. 7 മടങ്ങ് വർദ്ധിക്കുക എത്ര വർഷം? എഴുതുക, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 6 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 3ഉം 6ഉം വെട്ടിക്കളയാൻ 2. 7 × 2 14 വർഷം. 14 വർഷം എന്ന ആൻസർ കിട്ടും. സോ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 14. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, നേരെ ഇതുപോലെ എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യരുത്. 4 മടങ്ങ് ആകുക എന്ന് പറഞ്ഞാൽ 3 മടങ്ങ് വർദ്ധിക്കുക എന്ന്. 3 മടങ്ങ് വർദ്ധിക്കാനാണ് 6 വർഷം. 8 മടങ്ങ് ആകുക എന്ന് പറഞ്ഞാൽ 7 മടങ്ങ് വർദ്ധിക്കുകയാണ്. 7 മടങ്ങ് വർദ്ധിക്കുക എത്ര വർഷം എന്ന് കണ്ടുപിടിക്കണം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യണം.
ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു തുക 5 മടങ്ങാവാൻ 12 വർഷം അല്ലേ? 5 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 5 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 4 മടങ്ങ് വർദ്ധിക്കുക എന്നാണ്. 4 മടങ്ങ് വർദ്ധിക്കാനാണ് 12 വർഷം അല്ലേ? എങ്കിൽ 10 മടങ്ങാവാൻ എത്ര വർഷം എന്ന് കണ്ടുപിടിക്കണം. 10 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 9 മടങ്ങ് വർദ്ധിക്കുക എന്നാണ്. 9 മടങ്ങ് വർദ്ധിക്കാൻ എത്ര വർഷം എന്ന് കണ്ടുപിടിക്കണം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാം. ആണോ? 9 × 12 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ശരിയല്ലേ? 4ഉം 12ഉം വെട്ടിക്കളയാം 3, 9 × 3 27 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 27. അപ്പൊ ഈ ഒരു പാറ്റേൺ ചോദ്യങ്ങൾ വന്നാൽ ചെയ്യുന്ന രീതി പഠിച്ചോണം, നന്നായി ചെയ്തോണം. അങ്ങനെ നമ്മൾ 8ാമത്തെ ടൈപ്പിലേക്ക് കടന്നിരിക്കുന്നു. കളി കാര്യമായി തുടങ്ങി. ചോദ്യം ശ്രദ്ധിച്ചോ. ഒരു തുക നിക്ഷേപിച്ച കാലയളവും പലിശ നിരക്കും തുല്യമായപ്പോൾ ലഭിച്ച പലിശ തുകയുടെ 4/1 പലിശ നിരക്ക് എത്ര? ഒരു തുക നിക്ഷേപിച്ച കാലയളവും പലിശ നിരക്കും തുല്യമായപ്പോൾ ലഭിച്ച പലിശ തുകയുടെ 4/1 പലിശ നിരക്ക് എത്ര? ഒരു തുക നിക്ഷേപിച്ച കാലയളവും പലിശ നിരക്കും തുല്യമായി എന്ന് പറഞ്ഞാൽ എന്താ? നിക്ഷേപിച്ച കാലയളവൻ, പലിശ നിരക്ക് 6, എന്നും 6ഉം തുല്യമായി. ആണോ? നിക്ഷേപിച്ച കാലയളവും പലിശ നിരക്കും തുല്യമായി എന്ന് പറഞ്ഞാൽ എന്നും 6ഉം തുല്യമായെന്ന അർത്ഥം. ആണോ? നിക്ഷേപിച്ച കാലയളവും പലിശ നിരക്കും തുല്യമായെന്ന് പറഞ്ഞാൽ എന്നും 6ഉം തുല്യമായി. അപ്പോൾ ലഭിച്ച പലിശ, അതായത് SI എന്ന് പറയുന്നത് തുകയുടെ 4/1 പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പലിശ നിരക്ക് എത്ര എന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു തുക നിക്ഷേപിച്ച കാലയളവും പലിശ നിരക്കും തുല്യമായി, എന്നും 6ഉം തുല്യമായി. അപ്പോൾ ലഭിച്ച പലിശ തുകയുടെ 4/1, SI P/4 തുല്യ. എങ്കിൽ പലിശ നിരക്ക് എത്ര? ഒന്നുകൂടെ പറയാം. ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചപ്പം നിക്ഷേപിച്ച കാലയളവും പലിശ നിരക്കും തുല്യമായി എന്ന് പറഞ്ഞാൽ എന്താ? 10% പലിശ നിരക്കുള്ള ബാങ്കിൽ 10 വർഷത്തേന് നിക്ഷേപിച്ചു. അപ്പൊ എന്നും 6ഉം തുല്യമായെന്നല്ലേ അർത്ഥം. അല്ലെങ്കിൽ 5% പലിശ നിരക്കുള്ള ബാങ്കിൽ 5 വർഷത്തേന് നിക്ഷേപിച്ചു. അല്ലെങ്കിൽ 8% പലിശ നിരക്കുള്ള ബാങ്കിൽ 8 വർഷത്തേക്ക് നിക്ഷേപിച്ചു. എന്നും 6ഉം തുല്യമായെന്ന അർത്ഥം. അങ്ങനെ തുല്യമായപ്പോൾ എത്ര പലിശ കിട്ടിയെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി P/4 തുകയുടെ 4/1 പലിശയായിട്ട് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പലിശ നിരക്ക് എത്രയായിരുന്നു? ഒരു തുക നിക്ഷേപിച്ച കാലയളവും പലിശ നിരക്കും ഈക്വലായി വന്നപ്പോൾ എത്ര പലിശ കിട്ടിയെന്ന് നോക്കി. അപ്പോൾ തുകയുടെ 4/1 പലിശ കിട്ടിയെന്ന് മനസ്സിലായി. എങ്കിൽ പലിശ നിരക്ക് എത്രയാണെന്നാണ് ചോദ്യം. ഈ കണക്ക് ചെയ്യാൻ ഞാൻ ഒരു സിമ്പിൾ ലോജിക്ക് പറഞ്ഞുതരാം. അതിന്റെ മുൻപ് ഞാൻ ഇതിന്റെ നോർമൽ മെത്തേഡ് പറയാം, എന്നിട്ട് ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, നോർമൽ മെത്തേഡ് ഒന്നും ഇല്ല മക്കളെ, സിമ്പിൾ. ഇവിടെ ശ്രദ്ധിച്ചോ, എന്താണ് SI ഇക്വേഷൻ? SI = PNR ഡിവൈഡഡ് ബൈ 100 ആണ് അല്ലേ? SI എത്ര കിട്ടിയെന്ന് അവർ പറഞ്ഞേക്കുന്നത്. SI എന്ന് പറഞ്ഞാൽ തുകയുടെ 4/1 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ SIയുടെ സ്ഥാനത്ത് ഞാൻ P/4 എന്ന് കൊടുത്തു. = P × ചോദ്യത്തിലുണ്ട് എന്നും 6ഉം തുല്യമാണ്. ആണോ? 6ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ എന്നിന്റെ സ്ഥാനത്തും കൂടെ ഞാൻ 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6 × 6 എന്ന് വരും, ഡിവൈഡഡ് ബൈ 100. എന്നും 6 ഈക്വൽ ആണെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് 6 എന്ന് കൊടുക്കാലോ. ഓക്കെ, ഈ പിയും വെട്ടിപ്പോയി. ഈ 100 മുകളിലേക്ക് വരും, 100/4 25 എന്ന് വരും. ഈ 6 ഗുണിച്ച് R² എന്ന് വരും. R² = 100/4 25 എന്ന് വരും. R² = 25 എന്ന് വരും. R = √25 എന്ന് കിട്ടും. അപ്പോൾ പലിശ നിരക്ക് 5% എന്ന് ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാം. ഓപ്ഷൻ സി, പലിശ നിരക്ക് 5%. പലിശ നിരക്ക് 5%. ചെയ്തത് ഒന്നുകൂടെ പറയട്ടെ. അതായത് മക്കളെ SI = PNR/100. എത്ര SI കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തുകയുടെ 4/1 SI എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ SIയുടെ സ്ഥാനത്ത് P/4 എന്ന് കൊടുത്തു. P അറിയില്ല, എന്നും 6ഉം തുല്യമാണ്. അപ്പൊ ഈ എന്നിന്റെ സ്ഥാനത്തും കൂടെ ഞാൻ എന്തെന്ന് കൊടുത്തു? 6 എന്ന് കൊടുത്തു. അപ്പൊ 6 × R ഇത് R² എന്ന് വരും അല്ലേ, ബൈ 100. പിയും വെട്ടിപ്പോയി.
100 മുകളിലേക്ക് വരുമ്പോൾ 100/4 25 എന്ന് കിട്ടും. r² = 25 ആണെങ്കിൽ r = √25, അതായത് 5 ആണ്. ഇങ്ങനെയാണ് ഈ കണക്ക് നോർമലി ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു തുക നിക്ഷേപിച്ച കാലയളവ് പലിശ നിരക്ക് തുല്യമായി, എന്നും ആറും തുല്യമായി അല്ലേ. അങ്ങനെ തുല്യമായപ്പോൾ എത്ര പലിശ കിട്ടിയെന്ന് നോക്കിയപ്പോൾ p/4 ആണ് പലിശ എന്ന് മനസ്സിലായി. തുകയുടെ 4/1 എങ്കിൽ പലിശ നിരക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. SIയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. SI p/4 ആണ്, എന്നും ആറും തുല്യം ആയതുകൊണ്ട് n സ്ഥാനത്ത് 6 എന്ന് കൊടുത്തു. അപ്പോൾ p r²/100 എന്ന് വരും. പിയും ബിയും പോവും. r² = 25 എന്ന് വരും. r = 5. പലിശ നിരക്ക് 5%. ഇങ്ങനെയാണ് ഈ കണക്ക് നോർമലി ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്ട് മെത്തേഡ് പഠിക്കുവാണ്. ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ. തുകയുടെ 4/1 പലിശ കിട്ടിയെന്നല്ലേ? ആണോ? തുകയുടെ 4/1 പലിശയായിട്ട് കിട്ടിയെന്ന 1/4 എന്ന് പറഞ്ഞാൽ 4/1 × 100 തുകയുടെ 25% പലിശ കിട്ടിയെന്ന അർത്ഥം. തുകയുടെ 4/1 എന്ന് പറഞ്ഞാൽ 25% അല്ലേ? ഇനി 4/1 എത്ര ശതമാനമാണെന്ന് അറിയാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 4/1 പലിശ കിട്ടിയെന്ന് പറഞ്ഞാൽ 4/1 × 100 മുതലിന്റെ 25% പലിശ കിട്ടിയെന്നാണ് അർത്ഥം. മക്കളെ, മുതലിന്റെ 25% പലിശ കിട്ടണം, എന്നും ആറും തുല്യമായിരിക്കണം. എങ്കിൽ 5% പലിശ വീതം 5 വർഷം കിട്ടിയാൽ പോരെ? 5% പലിശ വീതം 5 വർഷം കിട്ടുമ്പം മുതലിന്റെ 25% പലിശയാകില്ലേ? അപ്പോൾ പലിശ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ 5%. ഇങ്ങനെ ഷോർട്ട് കട്ട് ആയിട്ട് ഈ കണക്ക് വേഗത്തിൽ ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. തുകയുടെ 4/1 കിട്ടിയ പലിശ. തുകയുടെ 4/1 എന്ന് പറഞ്ഞാൽ 4/1 × 100 തുകയുടെ 25% പലിശ. തുകയുടെ 25% പലിശയാണ്. 25% പലിശ കിട്ടണമെങ്കിൽ 5% പലിശ വെച്ച് 5 വർഷം കിട്ടിയാൽ പോരെ? 5% ഓരോ വർഷവും കിട്ടുന്ന പലിശയെങ്കിൽ 5 വർഷം കൊണ്ട് തുകയുടെ 25% പലിശയാവില്ലേ? 25% പലിശയാവാൻ പല മാർഗമുണ്ട്. 12.5% പലിശ വെച്ച് 2 വർഷം കിട്ടിയാലും തുകയുടെ 25% പലിശയാകും അല്ലേ? ഓക്കെ. അല്ലെങ്കിൽ 25% വെച്ച് 1 വർഷം കിട്ടിയാലും തുകയുടെ 25% പലിശയാകും. പക്ഷെ ചോദ്യത്തിൽ എന്നും ആറും തുല്യമായിരിക്കണം എന്നുണ്ട്. അതുകൊണ്ടാണ് 5% പലിശ വെച്ച് 5 വർഷം എടുത്തത്. ഇങ്ങനെ എടുക്കുമ്പോൾ എന്നും ആറും തുല്യമാവുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യത്തിന് ആൻസർ 5%. ഓക്കെ, നമുക്ക് 1-2 ചോദ്യങ്ങളും കൂടെ ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ശ്രദ്ധിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു തുക നിക്ഷേപിച്ച കാലയളവും പലിശ നിരക്കും തുല്യമായപ്പോൾ ലഭിച്ച പലിശ തുകയുടെ 16/25 ആയാൽ പലിശ നിരക്ക് എത്ര? ഓക്കെ, ലഭിച്ച തുക എന്ന് പറഞ്ഞാൽ, ലഭിച്ച പലിശ എന്ന് പറഞ്ഞാൽ തുകയുടെ 25/16 ആണ്. ആണോ? ലഭിച്ച പലിശ എന്ന് പറഞ്ഞാൽ തുകയുടെ 25/16 ആണ്. 25/16 ഭാഗം പലിശ കിട്ടി എന്ന് പറഞ്ഞാൽ 25/16 × 100 ആണോ? ഇതും വെട്ടിപ്പോയി. 4 16 × 4 64 എന്ന് കിട്ടും. ആണോ? 64% എന്ന് കിട്ടും. അപ്പൊ 25/16 ഭാഗം എന്നത് 64%. അപ്പൊ തുകയുടെ 25/16 ഭാഗം പലിശ കിട്ടിയെന്ന് പറഞ്ഞാൽ തുകയുടെ 64% പലിശ കിട്ടിയെന്ന്. ആണോ? എന്നും ആറും തുല്യമായിരിക്കണം. 64% പലിശയാവണം. മക്കളെ, 64% പലിശയാവണമെങ്കിൽ 8% പലിശ വെച്ച് 8 വർഷം കിട്ടിയാൽ പോരെ? 8% പലിശ വെച്ച് 8 വർഷം കിട്ടിയാൽ തുകയുടെ 64% പലിശയാവും. പലിശ നിരക്ക് 8% ആണെങ്കിൽ തുകയുടെ 8% ആദ്യത്തെ വർഷം കിട്ടും. അടുത്ത വർഷം വീണ്ടും തുകയുടെ 8% പലിശ കിട്ടും. അങ്ങനെ ഓരോ വർഷവും 8% കിട്ടുമ്പം 8 വർഷം കൊണ്ട് തുകയുടെ 64% പലിശയാകിയല്ലേ? അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ 8%. ഇങ്ങനെ സിമ്പിൾ സ്റ്റെപ്പിൽ ചെയ്യാം. ഒന്നുകൂടെ പറയാം. 25/16 ഭാഗം പലിശ എന്ന് പറഞ്ഞാൽ 100 ചെയ്താൽ എത്ര ശതമാനം പലിശയാണെന്ന് കിട്ടും. തുകയുടെ 64% പലിശ കിട്ടണം. എന്നും ആറും തുല്യമായിരിക്കണം. 64% പലിശ കിട്ടണമെങ്കിൽ 8% പലിശ വെച്ച് 8 വർഷം കിട്ടിയാൽ മതി. അപ്പൊ തുകയുടെ 64%-ഓളം പലിശ ആയിക്കോളും. അപ്പൊ പലിശ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 8%. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 6 വർഷം കൊണ്ട്
പലിശ മുതലിൻ്റെ 30% ആകുമെങ്കിൽ മുതലും പലിശയും തുല്യമാകാൻ എത്ര വർഷം വേണം? 6 വർഷം കൊണ്ട് പലിശ മുതലിൻ്റെ 30% ആകും. മക്കളെ, ഒന്ന് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് 6 വർഷം കൊണ്ട് പലിശ മുതലിൻ്റെ 30% പലിശ കിട്ടും. അപ്പം 30% പലിശ കിട്ടാനാണ് എത്ര വർഷം വേണ്ടി വരുന്നത്? 6 വർഷം വേണ്ടി വരുന്നത്. ആണോ? 30% പലിശ കിട്ടാൻ. മുതലും പലിശയും തുല്യമാകുക എന്ന് പറഞ്ഞാൽ 100% പലിശ കിട്ടുക എന്നർത്ഥം. 100% പലിശ കിട്ടാൻ എത്ര വർഷം വേണം നോക്കിയ ഉത്തരവായി. 30% പലിശ കിട്ടാൻ 6 വർഷം വേണം. 100% തുകയുടെ 100% പലിശയായിട്ട് കിട്ടിയാൽ മുതലും പലിശയും തുല്യമായി എന്ന് പറയും. അപ്പം 100% പലിശ കിട്ടാൻ എത്ര വർഷം വേണം നോക്കി ഉത്തരവായി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100 × 6 ഡിവൈഡഡ് ബൈ 30. 100 × 6 ഡിവൈഡ് ബൈ 30. ഇതും വെട്ടിപ്പോയി 5. 100/5. നമ്മുടെ ആൻസർ 20 എന്ന് കിട്ടും. ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 20. മക്കളെ, 30% പലിശ ആകുക എന്ന് പറഞ്ഞാലേ, അതായത് 6 വർഷം കൊണ്ട് പലിശ മുതലിന് 30% ആയെന്ന് പറഞ്ഞാൽ മുതൽ 30% വളർച്ച നേടിയെന്ന. 30% വളർച്ച നേടാനാണ് 6 വർഷം എടുത്തത്. 100% വളർച്ച നേടുന്നതിനെയാണ് നമ്മൾ മുതലും പലിശയും തുല്യമായെന്ന് പറയുന്നത്. നമ്മളെ മുമ്പത്തെ ഒരു ടൈപ്പ് പഠിച്ചില്ലേ? തുക ഇരട്ടിയാകുന്നതിന്, തുക 2 മടങ്ങാകുന്നതിന്, മുതലും പലിശയും തുല്യമാകുന്നതിന്, അല്ലെങ്കിൽ മുതൽ 100% വളർച്ച നേടുന്നതിന് എത്ര വർഷം വേണമെന്ന് ചോദിച്ചാൽ 100/6 ചെയ്യണം. എത്ര പലിശ നിരക്ക് വേണമെന്ന് ചോദിച്ചാൽ 100/n ചെയ്യണമെന്ന് പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു തുക ഇരട്ടിയാകുക എന്ന് പറയുന്നതും, തുക 2 മടങ്ങാകുക എന്ന് പറയുന്നതും, മുതലും പലിശയും തുല്യമാകുക എന്ന് പറയുന്നതും, തുക 100% വളർച്ച നേടുക എന്ന് പറയുന്നതും എല്ലാം ഒന്നാണെന്നല്ലേ പറഞ്ഞേ. അപ്പം 30% പലിശ കിട്ടുക എന്ന് പറഞ്ഞാൽ, 30% പലിശ കിട്ടുക എന്ന് പറഞ്ഞാൽ മുതൽ 30% വളർച്ച നേടിയെന്ന. 30% വളർച്ച നേടാനാണ് 6 വർഷം. മുതലും പലിശയും തുല്യമാകുക എന്ന് പറഞ്ഞാൽ മുതൽ 100% വളർച്ച നേടുക എന്ന. 30% വളർച്ച നേടാൻ 6 വർഷം വേണമെങ്കിൽ 100% വളർച്ച നേടാൻ എത്ര വർഷം എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഉത്തരം. സോ എഴുതി ആൻസർ 20 എന്ന് കിട്ടും. ഇതൊരു ലോജിക്ക്. ഇനി അവിടെ തന്നെ നമുക്ക് വേറൊരു ലോജിക്ക് പഠിക്കാം. മക്കളെ, ഈ 30% വളർച്ച നേടാനല്ലേ 6 വർഷം വേണ്ടി വരുന്നത്. അപ്പം 30/6, അതായത് പലിശ നിരക്ക് 5% അല്ലേ? ആണോ? 30% വളർച്ച നേടാനാണ് 6 വർഷം വേണ്ടി വന്നത്. അപ്പോൾ ഓരോ വർഷവും 5% അല്ലേ പലിശ കിട്ടിയത്. അതുകൊണ്ടല്ലേ 6 വർഷം കൊണ്ട് 30% പലിശയായത്. അപ്പൊ 30% പലിശ നേടാൻ 6 വർഷം വേണമെന്ന് പറഞ്ഞാൽ 30/6 5% പലിശ നിരക്ക് എന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് പലിശ നിരക്ക് 5% കിട്ടി. ഇനി ചോദിച്ചേക്കുന്നത് മുതലും പലിശയും തുല്യമാകാൻ എത്ര വർഷം വേണമെന്നല്ലേ? നമ്മൾ പഠിച്ചു മുതലും പലിശയും തുല്യമാകാൻ എത്ര വർഷം വേണമെന്നറിയാൻ 100/6 ചെയ്താൽ മതി എന്ന് പഠിച്ചു ഓർക്കുന്നുണ്ടോ? അപ്പൊ 100/5 ആൻസർ 20. കണ്ടോ? ഇങ്ങനെയും ഈ ചോദ്യത്തിന് ഉത്തരം ചെയ്തെടുക്കാം. 20 എന്ന് കിട്ടും മക്കളെ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. കൺഫ്യൂഷൻ ആയോ? അത്ര കൺഫ്യൂഷൻ ആകാനുള്ള ചോദ്യമൊന്നും ഇല്ല ഇത്, അല്ലേ? ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഓക്കെ. അതായത് 6 വർഷം കൊണ്ട് പലിശ മുതലിന്റെ 30%. മക്കളെ, പലിശ മുതലിന്റെ 30% എന്ന് പറയുന്നതും മുതൽ 30% വളർച്ച നേടി എന്ന് പറയുന്നത് ഒന്നാണ്. പലിശ മുതലിന്റെ 30% എന്ന് പറയുന്നതും മുതൽ 30%-ഓളം വളർച്ച നേടി എന്ന് പറയുന്നത് ഒന്നാണ്. ഓക്കെ. അപ്പൊ 30% വളർച്ച നേടാൻ 6 വർഷം വേണ്ടി വന്നു. മുതലും പലിശയും തുല്യമാകുക എന്ന് പറഞ്ഞാൽ 100% വളർച്ച നേടുക എന്നാണ്. അപ്പൊ മുതലും പലിശയും തുല്യമാകാൻ എത്ര വർഷം വേണമെന്ന് ചോദിച്ചാൽ 100% വളർച്ച നേടാൻ എത്ര വർഷം വേണമെന്ന് നോക്കിയാൽ എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അത് നമ്മുടെ ഒരു മെത്തേഡ്. ഇനി 6 വർഷം കൊണ്ടല്ലേ 30% വളർച്ച നേടിയത്. അപ്പം ഒരു വർഷത്തെ പലിശ 5% അല്ലേ? 30/6 5. അപ്പോൾ പലിശ നിരക്ക് 5%. ഒരു വർഷത്തെ പലിശയാണല്ലോ പലിശ നിരക്ക് 5%. ഇനി ഞാൻ പഠിച്ചു മുതലും പലിശയും തുല്യമാകാൻ എത്ര വർഷം വേണമെന്നറിയാൻ 100/6 ചെയ്താൽ മതി. 6 5 ആണെങ്കിൽ 100/5 ചെയ്താൽ മതി. ആൻസർ 20 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു തുക 5% സാധാരണ പലിശ നിരക്കിൽ 5% സാധാരണ പലിശ നിരക്കിൽ അതിൻ്റെ
40% വർദ്ധിക്കാൻ എത്ര സമയമെടുക്കും? മക്കളെ, 5% പലിശ നിരക്കിൽ 40% വർദ്ധിക്കാൻ, 40% തുക വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മുതലിന്റെ 40% പലിശ കിട്ടുക എന്നാണ്. ആണോ? 5% പലിശ നിരക്കിൽ 40% പലിശ കിട്ടാൻ എത്ര വർഷം വേണമെന്നറിയാൻ 40/5 ആണോ? എത്ര വർഷം വേണ്ടി വരും? 8 വർഷം വേണ്ടി വരും. സിമ്പിൾ ചോദ്യമല്ലേ? സോ ആൻസർ 8 വർഷം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 5% സാധാരണ പലിശ നിരക്കിൽ 40% വളർച്ച നേടാൻ, മുതൽ 40% വളർച്ച നേടുക എന്ന് പറഞ്ഞാൽ, മുതൽ 40% വളർച്ച നേടുക എന്ന് പറഞ്ഞാൽ 40% പലിശ കിട്ടുക എന്നർത്ഥം. ആണോ? 5% പലിശ നിരക്കിൽ 40% പലിശയാവാൻ 40/5 8 വർഷം വേണ്ടി വരും. സോ ആൻസർ 8 ആണ്. മുന്നോട്ട്, ഒരു തുക 6% സാധാരണ പലിശ നിരക്കിൽ അതിന്റെ 30% വർദ്ധിക്കാൻ എത്ര സമയം എടുക്കും? 6% സാധാരണ പലിശ നിരക്കിൽ അതിന്റെ 30% വർദ്ധിക്കാൻ എത്ര വർഷം എടുക്കും? നമുക്കറിയാം 30% വർദ്ധിക്കാൻ എത്ര വർഷം എടുക്കും എന്നറിയാൻ 30/6 എത്രയാ മക്കളെ? 5 വർഷം എടുക്കും അല്ലേ? 6% പലിശ വെച്ച് 5 വർഷം കിട്ടുമ്പോഴല്ലേ 30% വർദ്ധിക്കുന്നത്. മുതൽ 30% വർദ്ധിക്കുക എന്ന് പറയുന്നതും 30% പലിശ കിട്ടുക എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. മുതൽ 30% വർദ്ധിക്കാൻ എന്ന് പറയുന്നതും മുതലിന് 30% പലിശ കിട്ടാൻ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പം 6% പലിശ വെച്ച് 30% പലിശ കിട്ടാൻ 30/6 5 വർഷം വേണ്ടി വരുന്ന കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 5 വർഷം. അപ്പൊ ഈ ചോദ്യങ്ങൾ, ഈ ടൈപ്പുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നതല്ല എങ്കിലും യെസ്, കുറച്ചുകൂടെ നല്ല, നിങ്ങൾക്കത് അത്രയും ദഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത്, നല്ല ഉഷാറായിട്ടിരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഒന്നുകൂടെ കേട്ട് നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. ഞാൻ പരമാവധി തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ രണ്ടാമത്തെ പാർട്ട് വീഡിയോ നമുക്ക് ഇവിടെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിൽ പഠിക്കാം. ഇന്ന് പഠിപ്പിച്ച ചോദ്യങ്ങള്, കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത പാർട്ട് വീഡിയോയിൽ കാണാം. ടാറ്റാ.